ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഓണം എക്സാമൊക്കെയാണ് വരുന്നത്. എല്ലാവരും നന്നായിട്ട് ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുക, കണ്ടൻറ്റൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഒരു മോഡൽ എക്സാം പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോഷ്യൽ സയൻസാണ്. ആക്ടിവിറ്റി 1 നോക്കാം. അതിന് മുന്നേ എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി, വില്ലേജ് ലൈഫ്. ഇമാജിൻ ദാറ്റ് യു ആർ ട്രാവലിംഗ് വിത്ത് ഫ്രണ്ട്സ് ടു പീലീസ് വില്ലേജ്. റൈറ്റ് എ നോട്ട് അബൌട്ട് ദ സൈറ്റ് ദാറ്റ് ഇംപ്രസ്ഡ് യു ഡ്യൂറിങ് ദ വിസിറ്റ്. അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പീലീസിൻ്റെ വില്ലേജിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അപ്പോൾ കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ടൊക്കെ ആ കാഴ്ചകളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം. പീലീസ് വില്ലേജ് വെരി കാം ആൻഡ് ബ്യൂട്ടിഫുൾ. ദർ ആർ മെനി പോണ്ട്സ്. ചിൽഡ്രൻ ലേൺ ടു സ്വിം ഇൻ ദീസ് പോണ്ട്സ്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽസ്. ദർ ആർ മെനി paddy fields. There are weekly markers to buy and sell the locally produced goods. We really enjoy the beauty and peacefulness of the village. അല്ലേ, പീലീസ് വില്ലേജിന് കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. അവിടെ ഒരുപാട് കുളങ്ങളുണ്ട്, കുട്ടികൾ അവിടെ നീന്തൽ പഠിക്കുന്നുണ്ട്, ഒരുപാട് ഫെസ്റ്റിവൽ അവിടെ പലതരത്തിലുള്ള ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഒരുപാട് കൃഷി ചെയ്യുന്ന ഫീൽഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ബി, ദർ ആർ മെനി ഫെസ്റ്റിവൽസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ യുവർ ഏരിയ. റൈറ്റ് ദ നെയിം ഓഫ് 2 ഫെസ്റ്റിവൽ റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. അല്ലേ, ഒരുപാട് ഫെസ്റ്റിവൽ ഉണ്ട് നമ്മളെ ഏരിയയിൽ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന 2 ഫെസ്റ്റിവൽ, നിങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുള്ള 2 ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടാണ് 2 ഫെസ്റ്റിവലിൻ്റെ നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ നമുക്ക് എഴുതാം? ഒന്ന് ഓണം എഴുതാം. പിന്നെ എന്ത് എഴുതാം? ഓണം ആൻഡ് വിഷു അല്ലേ. 2 നമ്മളെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്. അടുത്തത് ആക്ടിവിറ്റി 2, റൂറൽ അർബൻ ഡിഫറൻസസ്. എ ചൈൽഡ് ഹു വെൻറ്റ് ടു സീ ദ സിറ്റി ഫ്രം ദ വില്ലേജ് സ്കൂൾ കംസ് ഹോം ആൻഡ് ടെൽസ് their mother about the experience in the city. Write down any 2 of these experience. അല്ലേ, 2 എക്സ്പീരിയൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പീപ്പിൾ ആർ വെരി ബിസി ഇൻ സിറ്റി. അല്ലേ, സിറ്റി വില്ലേജിൽ നിന്ന് വന്ന കുട്ടികൾ സിറ്റീനെ കുറിച്ചിട്ട് എക്സ്പീരിയൻസ് എഴുതാൻ പറയുന്നത്. ദ പീപ്പിൾ ആർ വെരി ബിസി ഇൻ സിറ്റി. ദർ ഈസ് ഹെവി ട്രാഫിക് ആൻഡ് ഹ്യൂജ് ബിൽഡിംഗ്. അല്ലേ, വെരി ഹെവി ട്രാഫിക്കും ഹ്യൂജ് ബിൽഡിങ്സും ഉണ്ട്. ദ സിറ്റി ഈസ് ഫുൾ ഓഫ് പൊല്യൂഷൻ ലൈക്ക് എയർ, വാട്ടർ പൊല്യൂഷൻ. അല്ലേ, സിറ്റീസിൽ എന്തൊക്കെ പൊല്യൂഷൻസ് കാണാൻ കഴിയും? എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനൊക്കെ ഉണ്ട്. വേർ ഈസ് ദ നേറ്റീവ് പ്ലേസ് ഓഫ് ചെമ്മല്ലി. അപ്പോൾ ഏതാണ്? ആസാമാണ്. റൈറ്റ് ദ സ്റ്റേറ്റ് ഫ്രം വേർ മെജോറിറ്റി ഓഫ് ഗസ്റ്റ് വർക്കേഴ്സ് കം ടു കേരള. ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ എക്സെട്ര. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3 ആണ്. ഹ്യൂമൻ ബിഗാൻ സെറ്റിംഗ് പെർമനൻ്റ്ലി നിയർ അഗ്രികൾച്ചറൽ സൈറ്റ്സ്. വാട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ട് വേർ ദ അഡ്വൈജസ് ഫോർ ഏർലി ഹ്യൂമൻസ് ഓഫ് സെറ്റിലിംഗ് പെർമനൻ്റ്ലി നിയർ അഗ്രികൾച്ചറൽ സൈറ്റ്സ്? അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. ദർ ഈസ് നോ നീഡ് ടു വാണ്ടർ അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം? എന്താണ് ബാർട്ടർ സിസ്റ്റം? ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് coinage, there was a practice of exchange is goods with each other. This method of exchange is known as barter system. Activity 4 ആണ്. ഫുഡ് ആൻഡ് ഇനക്വാലിറ്റി. അല്ലേ, ഫസ്റ്റ് എ, ഹു വാസ് ദ സോഷ്യൽ റിഫോർമർ ഓർഗനൈസം? മിസ്റ്റർ ഭോജനം ആസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇനിക്വാലിറ്റി. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. നെയിം ദ പ്രൊജക്ട് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ പോവർട്ടി അലിവേഷൻ. ആരാണ്? കുടുംബശ്രീ മിഷനാണ് പ്രൊജക്ട് ലോഞ്ച് ചെയ്തത്. ഗവൺമെൻറ് ഓഫ് കേരള ഓഫ് പോവർട്ടി അലിവേഷനിൽ
പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തത് കുടുംബശ്രീ മിഷനാണ്. പ്രിപ്പയർ എ മെസ്സേജ് ഫോർ ദ സ്കൂൾ അസംബ്ലി ഓൺ ദ ടോപ്പിക് ഓഫ് ഫുഡ് ആൻഡ് ഹെൽത്ത് ഓഫ് വേൾഡ് ഫുഡ് ഡേ. അല്ലേ, ഒരു മെസ്സേജ് അസംബ്ലിയിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഫുഡ് ആൻഡ് ഹെൽത്തിനെ കുറിച്ചിട്ട് വേൾഡ് ഫുഡ് ഡേക്ക് ഒരു മെസ്സേജ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആക്ടിവിറ്റി 5 സോഴ്സ് ഓഫ് ഇൻകം. സോഴ്സ് ഓഫ് ഇൻകം, കംപ്ലീറ്റ് ദ ഡയഗ്രാം ഷോവിങ് ദ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. അല്ലേ, സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അവിടെ, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞതുള്ളത്. ഏതൊക്കെ സോഴ്സസ് ഓഫ് ഇൻകം ആണ്? ഫസ്റ്റ് ഒരു എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഏതൊക്കെ സോഴ്സ് ആണ് ഇൻകം വരുന്നത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അസറ്റ്, ബിസിനസ്, അഗ്രികൾച്ചർ. അല്ലേ, അതൊക്കെ സോഴ്സ് ഓഫ് ഇൻകത്തിൽ പെടുന്നതാണ്. ഇനി സെക്കൻഡ് ബി കൊടുത്തിട്ടുണ്ട്, റൈറ്റ് എ നോട്ട് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സസ്. എക്സാമ്പിൾ, കൾട്ടിവേഷൻസ് ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ്, fiber production. All kinds of employment that are not included in agriculture. Agriculture employment can be considered as non-agricultural employments. Example, business, banking. അപ്പോൾ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ് ഫോർ ഫുഡ്, ഫൈബർ പ്രൊഡക്ഷൻ, ഇതൊക്കെ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിന് എക്സാമ്പിളാണ്. നോൺ അഗ്രികൾച്ചറിൽ പെടുന്നത് എന്തൊക്കെയാണ്? ബിസിനസ്, ബാങ്കിങ്, ഇതൊക്കെയാണ്. നെക്സ്റ്റ് നോക്കാം, സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഗിവൺ ബിലോ ആർ ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ്. ഐഡൻറ്റിഫൈ ദ ബെനിഫിഷ്യറി ഈച്ച് സ്കീം ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം കൊടുത്തിട്ടുണ്ട്, ബെനിഫിഷ്യറീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലേ, നവജീവൻ പ്രൊജക്റ്റ്, പിന്നെ കൈവല്യ, ശരണ്യ. Write down any 2 characteristics of self-employment experiences. അപ്പോൾ ഏല എന്തെല്ലാം കൊടുക്കാം? സീനിയർ സിറ്റിസൺസ്, പീപ്പിൾ, ദ ഡിസബിലിറ്റീസ്, വുമൺ ആണ്. പിന്നെ ഇൻഡിവിജ്വൽ ക്യാൻ ഈച്ച് ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്, ബ്രിങ് ന്യൂ ഐഡിയ ആൻഡ് പ്രോഡക്ട്സ് ടു മാർക്കറ്റ്. ആക്ടിവിറ്റി 7 ആണ്. ദ ഇൻക്രീസ് ഇൻ ദ റീഡ് ഓഫ് ക്ലോത്തിങ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് വീവിംഗ് എക്യുപ്മെൻറ്റ്സ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ പ്രോഗ്രസ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. ക്ലോത്ത് മാനുഫാക്ചറിങ്ങിനെ കുറിച്ചിട്ട് നോട്ട് എഴുതാൻ. ഇൻ ദ ഏർലി ഡേയ്സ് ക്ലോത്ത്സ് വെർ മെയ്ഡ് ബൈ ഹാൻഡ്സ് യൂസിങ് യാർൻസ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട്. ദേ റിയലൈസ്ഡ് ദാറ്റ് ക്ലോത്ത്സ് woven from yarns were better than animal skin. This leads to the spread of woven cloths. The method of making cloth using wooden looms was developed later. This helped to increase the speed of weaving. The invention of handloom was a breakthrough in the field of cloth manufacturing. Clothes were colored with a dye made from indigo plant. The technique of weaving became more popular over the years. The handloom was later replaced by the power loom and artificial dyes began to use to color clothes. അപ്പോൾ ഒരു ക്ലോത്ത്സ് മാനുഫാക്ചറിനെ കുറിച്ചിട്ട് ചെറിയൊരു നോട്ട്സ് കൊടുത്തതാണ്. ബി കൊടുത്തിട്ടുണ്ട്, ചേഞ്ചസ് ബ്രോഡ് ബൈ ദ യൂസ് ഓഫ് മെഷീനറി. ആക്ടിവിറ്റി 8 ആണ്. ക്ലോത്ത് ആസ് എ വെപ്പൺ ഓഫ് അഗിറ്റേഷൻ. ഇൻ വിച്ച് ഇയേഴ്സ് ഡിഡ് ദ കിങ് ഓഫ് ട്രാവൻകൂർ ഇഷ്യൂ ദ proclamation granting women the right to wear the upper clothes. അല്ലേ, ഏത് ഇയറിലാണ് വുമൺസിന് അപ്പർ ക്ലോത്ത് ധരിക്കാൻ ഇത് കിട്ടിയത്? 1859 അല്ലേ. നെക്സ്റ്റ്, റൈറ്റ് എ നോൺ ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് സെക്ടർ ഇൻ ക്ലോത്ത്സ് മാനുഫാക്ചറിങ് ഫീൽഡ്. ഗാന്ധിജി മേക്ക് ഖാദി, ചക്ര ആൻഡ് ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ആസ് എ പാർട്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഹി എൻകറേജ്ഡ് ഖാദി ക്ലോത്ത്സ് മെയ്ഡ് ബൈ സ്പിന്നിങ് ഇൻ ദ ചക്ക. He exhorted people to wear khadi clothes. Gandhiji demanded to boycott foreign clothes by making and wearing
indigenous clothes. Gandhiji turned the freedom struggle into a mass movement by making clothes as a weapon of struggle. Charka became a symbol of the Swadeshi movements in Indian freedom struggle. Wearing khadi clothes and caps became a symbol of patriotism. അപ്പോൾ ഇത്രയാണ് നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഇവിടെ കഴിയാണ്. എല്ലാവരും നന്നായിട്ട് പാഠഭാഗങ്ങളൊക്കെ പഠിച്ചു പോവുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ